തകർക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ, നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ, സാഹചര്യങ്ങളെ തകർക്കുവാൻ എല്ലാം ശ്രമിക്കുന്നതായ ഒരു ശത്രുവുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതായ ദൈവസാന്നിധ്യം. രണ്ട് ശമൂവേൽ 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. 2 ശമൂവേൽ 6-ാം അധ്യായം 11-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാം. യഹോവയുടെ പെട്ടകം ഗത്യനായ ഒബേദ് ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഒബേദും ഏദോമിനെയും അവൻ്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. നമുക്ക് വളരെ പരിചയമുള്ളതായ വേദഭാഗങ്ങളിൽ ഒന്നായിരിക്കാം ഒരു പക്ഷേ നമ്മളവിടെ ഒരു പെട്ടകത്തെ കണ്ടു അല്ലേ? യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ വന്നു. പെട്ടക നിമിത്തം യഹോവ ഓബേദ് ഏദോമിനെയും അവൻ്റെ ഭവനത്തെയും അനുഗ്രഹിച്ചു. ദൈവം ഓബേദ് ഏദോമിനെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്താണ് ഈ പെട്ടകം? ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് 3 പെട്ടകങ്ങളെ കാണാനായിട്ട് സാധിക്കും. 1 നോഹയുടെ പെട്ടകം, നമുക്ക് വളരെ പരിചയമുള്ളത്. 2 മോശ കിടന്നതായ ഞാങ്ങണ പെട്ടകം. 3 യഹോവയുടെ പെട്ടകം. യഹോവയുടെ പെട്ടകത്തിന് വിവിധ പേരുകളിലാണ് അത് അറിയപ്പെടാനായിട്ടിടയായിത്തീരുന്നത്. നിയമപെട്ടകം എന്ന പേരുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചതായ ആ പെട്ടകത്തിന് നിയമപെട്ടകം എന്നൊരു പേരുണ്ട്. അങ്ങനെ ഒരു പേര് വരാനായിട്ട് കാരണമായി തീർന്നത് ഇസ്രായേലിന് ദൈവം നൽകിയതായ 10 കൽപ്പനകൾ അടങ്ങുന്നതായ 2 കൽപ്പലകകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ പെട്ടകത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ ആ പെട്ടകം നിയമപെട്ടകം എന്നറിയപ്പെടാനായിട്ടിടയായി തീർന്നു. സാക്ഷ്യപെട്ടകം എന്ന പേര് നമുക്ക് ഈ പെട്ടകത്തിന് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പെട്ടകം. അപ്പോൾ ഈ പെട്ടകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമ്മൾ വായിച്ച ഭാഗത്തു നിന്നല്ല. 1 ശമൂവേൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പെട്ടകത്തിൻ്റെ ഒരു പ്രയാണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പെട്ടകത്തെ അക്കാലത്തും ഈ കാലത്തും ചിലരൊക്കെ തെറ്റിദ്ധരിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അന്ന് ഇസ്രായേലിന് സംഭവിച്ചതായ തെറ്റ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, പുറപ്പാട് 25-ന്റെ 8-ൽ ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുവാനായിട്ട് നിങ്ങൾ എനിക്കൊരു പെട്ടകം നിർമ്മിക്കാനായിട്ട് ദൈവം അവർക്ക് കൽപ്പന കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിച്ച് അവർ പണിതതായ പെട്ടകത്തെയാണ് നിയമപെട്ടകം, സാക്ഷ്യപെട്ടകം, ദൈവത്തിൻ്റെ പെട്ടകം, യഹോവയുടെ പെട്ടകം എന്ന വിവിധ പേരുകളിൽ അറിയപ്പെടുന്നതായ ഇപ്പോൾ നമ്മൾ വായിച്ച ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നപ്പോൾ ഓബേദ് ഏദോം അനുഗ്രഹിക്കപ്പെട്ടതായ പെട്ടകം അങ്ങനെ പണിയപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. ആ പെട്ടകത്തിന് എന്ത് സംഭവിക്കാനായിട്ടിടയായി തീർന്നു? ആ പെട്ടകത്തെ ചിലപ്പോഴെങ്കിലും ഒരു വിഗ്രഹമായി ചിലർ കാണാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതായ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചിട്ട് അവർ ആരോട്? ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാനായിട്ട് പോയി. ഇപ്പോൾ നമ്മൾ വായിക്കുന്നതായ 1 ശമൂവേൽ 4-ാം അധ്യായത്തിൽ അവർ ഫെലിസ്ത്യരോട് യുദ്ധത്തിനായിട്ട് പോയി. ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു, ഈ പെട്ടകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കാനായിട്ടിടയായി തീരും, നമ്മൾ വിജയിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ സംഭവിക്കാനായിട്ടിടയായി തീർന്നത് എന്താണ്? പെട്ടകം അവരുടെ ഇടയിലേക്ക് ഫിലിസ്ത്യരോടുള്ള യുദ്ധത്തിൻ്റെ മധ്യേ കൊണ്ടുവന്നപ്പോഴും അവർ യുദ്ധത്തിൽ പരാജയപ്പെടാനായിട്ട് ഇടയായി തീർന്നു. കാരണം ദൈവം ഉദ്ദേശിച്ചത് അതൊരു വിഗ്രഹമായിട്ടല്ല, പിന്നെയോ അതൊരു സാക്ഷ്യപെട്ടകമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതായ സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പെട്ടകത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴൊക്കെ നിങ്ങൾ അതിനെ ഒരു വിഗ്രഹം എന്ന നിലയിലല്ല മനസ്സിലാക്കാനായിട്ടിടയായി തീരേണ്ടത്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുള്ള നിലയിൽ മനസ്സിലാക്കാനായിട്ടിടയായി തീരണം. കാരണം നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ അല്ല നമ്മൾ ആരാധിക്കാനായിട്ടിടയായി തീരുന്നത്. ഒരു ഒബ്ജക്റ്റ് നമുക്കില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്കൊരു ഫോട്ടോ ഇല്ല, അല്ലേ? നമുക്കൊരു വിശുദ്ധനില്ല, നമുക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ഒബ്ജക്റ്റുകളുമില്ല. നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാനായിട്ടിടയായി തീരുന്നത്. പക്ഷേ നമ്മളിന്ന് ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ പെട്ടകമെന്ന് നമ്മൾ വായിക്കുന്നിടത്തെല്ലാം ദൈവ സാന്നിധ്യം എന്ന് ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ച 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കാനായിട്ടിടയായി തീർന്നത്? ദൈവ സാന്നിധ്യം ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിനെയും അവൻ്റെ കുടുംബത്തെയും
അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം അല്ലെങ്കിൽ ദൈവസാന്നിധ്യം ഉൾക്കൊള്ളുന്നിടത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് ഇടയായിത്തീരും. നമുക്കിന്ന് പകൽക്കാലം വളരെ വേഗത്തിൽ സമയം പോയല്ലോ, ഈ പെട്ടകത്തോടു കൂടി ഒന്ന് യാത്ര ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1 ശമൂവേൽ 4-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ, 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ശമൂവേലിൻ്റെ വചനം ഇസ്രായേലിൽ വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബനേസറിനരികെ പാളയമിറങ്ങി. ഫെലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിന് നേരെ അണിനിരുന്നപ്പോൾ പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പടജനം പാളയത്തിൽ വന്നാല് ഇസ്രായേൽ മൂപ്പന്മാർ. അപ്പോൾ അതാണ് സന്ദർഭം. എന്താണ്? ഇസ്രായേൽ മക്കളും ഫെലിസ്ത്യരും തമ്മിലുള്ളതായ യുദ്ധം നടക്കുകയാണ്. അവര് ഫെലിസ്ത്യരോട് ഇസ്രായേൽ ജനം പരാജയപ്പെടാനായിട്ട് ഇടയായി തീർന്നു. പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കാനായിട്ട് ആരംഭിച്ചു. അതൊരു നല്ല ചിന്തയാണ്. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വരേണ്ടുന്നതായ ഒരു ചിന്തയാണ് ഇനി നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ 3-ാം വാക്യം വായിച്ചു. ആരെങ്കിലും ഒരാൾ വായിച്ചേ 3-ാം വാക്യം. 1 ശമൂവേൽ 4:3. പടജനം പാളയത്തിൽ വന്നേറെ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽപ്പിക്കുമാറാക്കിയത് എന്ത്? യെസ്, എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു? ഒരു നല്ല ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ടുന്നതായൊരു ചിന്തയാണ് അവിടെ നമ്മൾ വായിക്കാനായിട്ടിടയായിത്തീർന്നത്, അല്ലേ? അവർ മിടുക്കന്മാരായിട്ട് ഫെലിസ്ത്യരോട് യുദ്ധത്തിന് പോയി. കഴിഞ്ഞ നാളുകളിലൊക്കെ യുദ്ധം ചെയ്തപ്പോൾ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. എന്നാൽ ഇന്നും വളരെ ഈസി ആയിട്ട് ജയിക്കാമെന്ന് കരുതി യുദ്ധത്തിനായിട്ട് പോയതാണ്. പക്ഷേ യുദ്ധത്തിൽ തോറ്റു. ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കാനായിട്ടിടയായി തീർന്നു. ആ 3-ാം വാക്യത്തിൽ യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോക്കുമാറാക്കിയത് എന്ത്? ഒരു നല്ല ചിന്തയാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ വിജയശ്രീലാളിതരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുന്നു, നമ്മുടെ ജോലിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ടിടയായിത്തീരുന്നു, സാമ്പത്തികമായി നമുക്ക് ഉയർച്ചകൾ ഉണ്ടാകാനായിട്ടിടയായിത്തീരുന്നു, രോഗങ്ങൾ വരുമ്പോൾ സൗഖ്യം വരാനായിട്ടിടയായിത്തീരുന്നു, അല്ലേ? കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ നന്നായി പോകാനായിട്ടിടയായിത്തീരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ചില ചിന്തകളൊക്കെ വരാനായിട്ടിടയായിത്തീരും. എൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ മിടുക്കുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കാനായിട്ടിടയായിത്തീർന്നതെന്നൊരു ചിന്ത വരും. അത് സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിനും അത് സംഭവിച്ചു. അതുകൊണ്ട് അവർ ഫെലിസ്ത്യരോട് വളരെ പെട്ടെന്ന് യുദ്ധത്തിന് പോയി തോറ്റു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കാനായിട്ടിടയായി തീർന്നു, യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോക്കുമാറാക്കിയത് എന്ത്? അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ദൈവ സാന്നിധ്യം തങ്ങളോടുകൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത്, അല്ലേ? അവിടെ നമ്മൾ വായിക്കുന്നത്, നാം ശീലോവിലേക്ക് യഹോവയുടെ നിയമപെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക, അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ ഒന്നാമത് ഈ പെട്ടകം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ ദൈവം. ഈ പെട്ടകം വന്നാൽ ഇസ്രായേൽ മക്കളും അത് ചിന്തിക്കാനായിട്ടിടയായി തീർന്നു. ഈ പെട്ടകം നമ്മുടെ അടുക്കൽ വന്നാൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, അത് നമ്മുടെ ഇടയിൽ വന്നാൽ, 3-ന്റെ മധ്യഭാഗം കണ്ടോ, ഡിസ്പ്ലേ ചെയ്യാമോ ആ വാക്യം? അത് നമ്മുടെ ഇടയിൽ വന്നാൽ. അപ്പോൾ അവർക്കത് അക്ഷരീയമായി തന്നെ ഒരു പെട്ടകമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്നത് നമ്മളും ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ടിടയായിത്തീരണം. ദൈവ സാന്നിധ്യം നമ്മുടെ അടുക്കൽ വന്നാൽ അതെന്ത് ചെയ്യും? അത് നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പരാജയങ്ങളെല്ലാം മാറാനായിട്ട് ഇടയായിത്തീരും. സഭയായി നമുക്ക് ഒരു വലിയ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, കുടുംബങ്ങളായിട്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ, വ്യക്തികളായിട്ട് നമുക്ക് ഒന്നുകൂടെ വിജയം വരിക്കാനായിട്ട്, അല്ലെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ടിടയായി തീരണമെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരാനായിട്ട് ഇടയായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ ഒന്ന്, ദൈവസാന്നിധ്യം കടന്നു വരുന്നിടത്ത് എന്ത് സംഭവിക്കാനായിട്ടിടയായിത്തീരും? നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത്. നമ്മുടെ ശത്രുവിൽ നിന്ന് നമ്മെ വിജയം വരിക്കാനായിട്ട് നമുക്കൊരൊറ്റ ശത്രുവേ ഉള്ളൂ, അല്ലേ? ഈ ലോകത്ത് നമുക്കൊരൊറ്റ ശത്രുവേ ഉള്ളൂ, പിശാചാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അധിപതിയാണ് നമുക്ക് നേരെ പോരാട്ടങ്ങളെ ഇടുവാനായിട്ടിടയായിത്തീരുന്നത്.
നമ്മുടെ പ്രത്യാശ തകർക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ, നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ, അല്ലെ സാഹചര്യങ്ങളെ തകർക്കുവാൻ എല്ലാം ശ്രമിക്കുന്നതായ ഒരു ശത്രുവുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മധ്യേ എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒന്ന്, അവർക്ക് മനസ്സിലായി ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വന്നാൽ, അത് അവിടെ ഓർപ്പിക്കാനായിട്ടിടയായിത്തീരുന്നു. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരും. അത് ദൈവസാന്നിധ്യം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടിടയായിത്തീരട്ടെ. കർത്താവേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരണമേ. അതിന് മുൻപുള്ള അധ്യായത്തിലാണ് നമ്മൾ ഇഖാബോദ്, അല്ലേ, ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗ്ലോറി നഷ്ടപ്പെട്ടു പോകാനായിട്ടിടയായിത്തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവർ വിലപിക്കാനായിട്ടിടയായിത്തീരുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. പെട്ടകത്തിൽ വെളിപ്പെട്ടതായ ആ ദൈവസാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ട്, ഈ പെട്ടകം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 1 ശമൂവേൽ 4:5. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ദൈവസാന്നിധ്യം കടന്നു വരുന്നിടത്ത് ആരാധന സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും, അല്ലേ? അവിടെ അവരെങ്ങനെയാണ് ആരാധിച്ചത് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം അവരെന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചു. യഹോവയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ചിന്തിച്ചോണം, ആ യഹോവയുടെ നിയമപ്പെട്ടകം വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിനെ അല്ല നമ്മൾ ചിന്തിക്കാനായിട്ടിടയായിത്തീരുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ വെളിപ്പെട്ടപ്പോൾ അവരുടെ ആരാധന എങ്ങനെയുള്ള ആരാധനയായി മാറി? അത് ജീവനും ചൈതന്യമുള്ള ആരാധനയായി മാറാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ, എൻ്റെ ആരാധനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദൈവസാന്നിധ്യത്തിൻ്റെ കുറവാണോ? ആണെങ്കിൽ നമുക്ക് വിലപിക്കാനായിട്ട്, അല്ലേ, 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ നമുക്കൊന്ന് പരിശോധിക്കാനായിട്ടിടയായിത്തീരണം. കർത്താവ്, എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? എവിടെയാണ് കുറവ് സംഭവിച്ചത്? കർത്താവേ, ഞങ്ങൾക്ക് എവിടെയാണ് ആ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി പരിഹരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. അപ്പോൾ ഒന്ന്, ഈ ദൈവം ആരാണ്? ഈ ദൈവം ആരാധനയുടെ ദൈവമാകുന്നു. ഈ ദൈവം ആരാധനയുടെ ദൈവമാണ്. അതുകൊണ്ട് അവർ ആരാധിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ അവർ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേൽ ഉച്ചത്തിൽ ആർപ്പിടുവാനായിട്ട് ഇടയായി. ഭൂമി കുലുങ്ങി, അല്ലേ? ദൈവസാന്നിധ്യം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ വായിച്ചത്? ഇവിടെ ഭൂമി കുലുങ്ങി. ഭൂകമ്പം ഉണ്ടാക്കിയ ചില സന്ദർഭങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ ഭൂമി കുലുങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു, അല്ലേ? ദേവാലയത്തിൻ്റെ തിരശ്ശീലയെല്ലാം കീറുവാനായിട്ടിടയായിത്തീർന്നു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഭൂമി കുലുങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ശിഷ്യന്മാരെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ വിശ്വാസികൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 4:31 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4:31 അവിടെയും നമ്മൾ വായിച്ചവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, അല്ലേ, പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യത്തിൽ പത്രോസും കൂട്ടരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഭൂമി കുലുങ്ങാനായി, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ പെട്ടകം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ഒന്ന്, ആ ദൈവ സാന്നിധ്യം എന്താണ്? അത് നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ, ഹല്ലേലൂയ, നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അത് നമ്മെ വിടുവിക്കുന്നതായ ദൈവ സാന്നിധ്യം. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവസാന്നിധ്യം കടന്നു വരുമ്പോൾ എൻ്റെ ശത്രു എല്ലാം മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ശത്രുവിന് ഓടിപ്പോകേണ്ടതായിട്ട് വരും. രണ്ട്, ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് അത് ആരാധനയുടെ നിമിഷങ്ങളാണ്. ഇവിടെ നമുക്കൊരു വലിയ ആരാധന കാണാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അവരെങ്ങനെ ആരാധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്, അവർ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേൽ എല്ലാവരും ഉച്ചത്തിൽ ആർപ്പിട്ടു. അവരുടെ ആരാധനയുടെ മധ്യേ ഉണ്ടല്ലോ ഭൂമി കുലുങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളങ്ങനെയാണോ ദൈവത്തെ ആരാധിക്കുന്നത്? ആത്മാർത്ഥത ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇടയായിത്തീരുന്നുണ്ടോ? ഈ ദൈവം ആരാധനയുടെ ദൈവമാണ്. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ദാവീദിൻ്റെ ഒരു ആരാധന കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ വായിച്ച 2 ശമൂവേൽ 6-ന്റെ കണ്ടിന്യൂവേഷൻ, അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ
2 ശമൂവേൽ 6:14. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു അല്ലേ. 15-ാം വാക്യം. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു അല്ലേ. അവരെങ്ങനെ ആരാധിച്ചതെന്നാണ് കാണുന്നത്. അവര് പൂർണ്ണ സന്തോഷത്തോടെ ഹൃദയത്തോടെ അവരെന്ത് ചെയ്തു? അവര് നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? താഴെ ഒരാളല്ലേ 16-ാം വാക്യത്തിൽ മീകൾ കിളിവാതിലൂടെ നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് അവനെ ഹൃദയത്തിൽ നിന്ദിച്ചു. മീകള് ചോദിക്കുന്നുണ്ട്, താഴോട് സമയച്ചുരുക്കം കൊണ്ട് ഞാൻ മുന്നോട്ട് പറഞ്ഞു പോകട്ടെ അല്ലേ. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതമാക്കുന്നത് പോലെ. 20-ാം വാക്യം. നീ ഒരു നിസ്സാരനെ പോലെ, നീ ഇസ്രായേലിന്റെ രാജാവായിരിക്കെ നീ ഒരു നിസ്സാരനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് കഴിയുന്നത്? നിന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? നമ്മുടെയൊക്കെ പ്രശ്നം അതാ. നമ്മൾ കൈയടിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്നതുകൊണ്ടാണ് അല്ലേ. ഞാൻ അത്രയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് വന്നിട്ട് ഞാൻ അങ്ങനെ പാസ്റ്റ് പറയുമ്പം കൈയടിക്കുകയും പാസ്റ്റ് പറയുമ്പം കൈ ഉയർത്തുകയും പാസ്റ്റ് പറയുമ്പം കൈ താഴ്ത്തുകയും ഒക്കെ ചെയ്താൽ എൻ്റെ സ്റ്റാറ്റസിന് അത് കുറവാണ് അല്ലേ. മീകളും പറഞ്ഞത് അത് തന്നെയാണ്. മീകൾ അവനോട് ചോദിക്കുകയാണ്, നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതമാക്കുന്നത് പോലെ ഇന്ന് തൻ്റെ ദാസന്മാരും ദാസികളും കാണുക, മറ്റുള്ളവർ നോക്കുക. പക്ഷെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് നൃത്തം ചെയ്യുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത്? ദാവീദ് മീകളിനോട് 21-ാം വാക്യം, യഹോവയുടെ ജനമായി ഇസ്രായേലിൽ പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗൃഹത്തിലും ഉപരിയായി അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തവനാണ്. ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാവീദ് ഇശായിയുടെ ഭാര്യയിൽ ജനിച്ച മകനല്ല എന്ന് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇശായിയുടെ മകനാണെങ്കിലും ഇശായിയുടെ ഭാര്യയിൽ ജനിച്ച മകനല്ല. അതായത് ഇശായിയുടെ ഭാര്യയിൽ ജനിച്ചതല്ല, ഇശായിയുടെ ഭാര്യയുടെ ദാസിയിൽ ജനിച്ച മകനാണ് ദാവീദ്. അതുകൊണ്ടാണ് സ്വന്തം മക്കളെയൊക്കെ, ഭാര്യയിൽ ജനിച്ച 1-ാം സ്ഥാനമുള്ള മക്കളെയൊക്കെ നല്ല ജോലിക്കൊക്കെ വിട്ടപ്പോൾ ദാവീദിനെ എങ്ങോട്ടാണ് ഇശായി പറഞ്ഞു വിട്ടത്? ആടിനെ നോക്കാൻ. ദാവീദിനെ ആടിനെ നോക്കാനാണ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പ്രിയ കെ വർഗീസ് സാറ് വായിച്ച ആ ഭാഗത്ത് അവിടെയുള്ള ശമൂവേൽ ഓരോരുത്തരെയും സെലക്ട് ചെയ്ത സമയത്ത് ദാവീദിനെ മാത്രം വിളിച്ചില്ല. എന്നാൽ ആദ്യം യോഗ്യതകളൊക്കെ നോക്കിയിട്ട് അല്ലേ, മുഖവും പൊക്കവും വണ്ണവും ഒക്കെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ അവരെ ആരെയും തിരഞ്ഞെടുത്തിട്ട് ഇല്ല. ദാവീദ് ഇശായിയുടെ ഭാര്യയുടെ ദാസിയിൽ ജനിച്ചത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ നിന്റെ ദാസൻ, നിന്റെ ദാസിയുടെ മകനും തന്നെ. ഒത്തിരി യോഗ്യതയൊന്നും പറയാനായിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, അതാ ദാവീദ് ഇവിടെ പറയാനായിട്ട് ഇടയായിത്തീരുന്നത്. അവൻ്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്ത യഹോവയുടെ മുമ്പാകെ, അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനവും എൻ്റെ കാഴ്ചയ്ക്ക് എളിമയുള്ളവനും ആയിരിക്കും. ഞാൻ ഇനിയും ഇതിലും ഹീനമായെന്ന് ഉദ്ദേശിച്ചത് നിന്റെ കാഴ്ചയ്ക്ക് അല്ലേ. മീകളിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കിയാൽ സ്റ്റാറ്റസ് ഇല്ല എന്ന് ചിന്തിക്കുന്ന, സ്റ്റാൻഡേർഡ് പോരാ എന്ന് ചിന്തിക്കുന്ന അല്ലേ, നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന ചില മേഖലകളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. നേരത്തെ കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മൾ കേട്ടല്ലോ, തിരഞ്ഞെടുത്തവർ. ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ നമ്മൾ ആ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കണം. വളരെ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒന്ന്, നമ്മളിവിടെ വായിക്കാനായിട്ടിടയായിത്തീർന്നു, ദൈവസാന്നിധ്യം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതാണ്. 2, ദൈവസാന്നിധ്യം അത് ആരാധനയുടെ ദൈവസാന്നിധ്യമാണ്. 3, 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 1 ശമൂവേൽ 4-ാം അധ്യായം മാറ്റി കളയരുത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1 ശമൂവേൽ 4:8. ഈ ദൈവസാന്നിധ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാകുന്നു, പെട്ടകം വെളിപ്പെടുത്തുന്ന 3-ാമത്തെ രഹസ്യം അതാണ്. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്. 1 ശമൂവേൽ 4:8. നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? ശക്തിയുള്ള ദൈവം. ആമേൻ. ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വാസത്തോടെ പറയാൻ സാധിച്ചേ, ഈ ദൈവം ശക്തിയുള്ള. ആമേൻ, ആമേൻ. എൻ്റെ ദൈവം ശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം ശക്തിയുള്ള ദൈവമാണ്.
ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ട്? അവരവിടെ പറയാനായിട്ടിടയായി തീരുന്നത്, നമുക്ക് അയ്യോ കഷ്ടം. ആരാ പറയുന്നത്? ഇസ്രായേലോട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ തോൽപ്പിച്ച് ആ ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചെടുത്തതായ ഫെലിസ്ത്യ സൈന്യം അല്ലെങ്കിൽ ഫെലിസ്ത്യർ പറയുകയാണ്, അയ്യോ നമുക്കയ്യോ കഷ്ടം, ഈ ശക്തിയുള്ള ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ശക്തി എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? ഞാൻ ചിന്തിക്കുന്നത് 5-ാം വാക്യത്തിലെ ആരാധന കണ്ടപ്പോഴാണ്. ആമേൻ. 5-ാം വാക്യത്തിൽ അവർ ആരാധിച്ചു. എങ്ങനെ ആരാധിച്ചു? നിങ്ങളാരും ഇവിടെ അല്ലേ? ആ ഭൂമി കുലുങ്ങുന്നത് പോലെ അവര് ദൈവത്തെ ആരാധിച്ചു, അല്ലേ? ഭൂമി കുലുങ്ങുന്നത് പോലെ അവർ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ശത്രു സൈന്യം പറയുകയാണ്, ഈ ശക്തിയുള്ള ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആര് വിടുവിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ആരാധന കണ്ടിട്ട്, നമ്മുടെ ജീവിതം കണ്ടിട്ട് ശത്രുവിന് പറയാനായിട്ട് കഴിയണം, ഈ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ആമേൻ. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവം അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഈ ദൈവം ആരാധനയുടെ ദൈവമാണ്. ഈ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഈ ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. നമ്മുടെ ആരാധന കണ്ടിട്ട് ശത്രുവിന് പറയാനായിട്ട് കഴിയണം. അതാണ് നമ്മളിവിടെ വായിക്കാനായിട്ടിടയായി തീർന്നത്. അവർ പറയാനായിട്ടിടയായി തീരുകയാണ്, നമുക്കയ്യോ കഷ്ടം, ഈ ശക്തിയുള്ള ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ വിടുവിക്കും? ഈ ദൈവം ശക്തിയുള്ള ദൈവമാണ്. കാരണം അവൻ മരുഭൂമിയിൽ നീരുറവ തുറന്ന കർത്താവാണ്. അവൻ ചെങ്കടലിനെ വിഭാഗിച്ചവനാ. അവൻ യോർദാനെ പിളർന്നവനാണ്. അവർക്ക് മന്ന നൽകി അവരെ നടത്തിയ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ. ഇന്ന് പകൽക്കാലം നമുക്കത് വിശ്വസിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിസ്സാര രോഗമുണ്ടല്ലോ, തലവേദന, ചെവി വേദന, അല്ലേ, കാലിന് വേദന, മുട്ടുവേദന, എഴുന്നേക്കാൻ വയ്യാത്തത്, ആമേൻ, കർത്താവിന് നിസ്സാരവാ ആണോ? പ്രൈസ് ദി ലോർഡ്, അല്ലേ? കർത്താവിന് നിസ്സാരവാ. ക്യാൻസർ കർത്താവിന് നിസ്സാരമാണ്. എന്തുകൊണ്ടാണ്? ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവം ശക്തിയുള്ള ദൈവമാണ്. 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യം ഒന്ന് നോക്കിയേ. കർത്താവിന് പ്രവർത്തിക്കാൻ ഓരോ ഒബ്ജക്റ്റും വേണ്ട. 7-ാം അധ്യായം 1 ശമൂവേൽ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവർ വീണ്ടും യുദ്ധത്തിന് പോയി. വായിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യർ പ്രഭുക്കന്മാർ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ അവർ വീണ്ടും യുദ്ധത്തിനായിട്ട് ചെന്നു. വായിച്ചു. ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. വീണ്ടും മിസ്പയിലേക്ക് അവരെ യുദ്ധം ചെയ്യാനായിട്ട് ഫെലിസ്ത്യർ വരുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവര് ഭയപ്പെട്ടു. അവർ ശമൂവേലിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്തുകൊണ്ടാണ് ശമൂവേലിൻ്റെ അടുക്കൽ പോയത്? ഈ കാലത്ത് ഇസ്രായേലിന് രാജാവില്ല, സൈന്യമില്ല, സൈന്യാധിപനില്ല. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവം നേരിട്ടാണ്. അത് പുരോഹിതനായിരിക്കുന്ന ശമൂവേൽ പ്രാർത്ഥിക്കും, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. അവരോടി ശമൂവേലിൻ്റെ അടുക്കൽ ചെന്നു. നമ്മുടെ ദൈവമായ യഹോവ നമ്മെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ 9-ാം വാക്യം. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടി മുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. ആമേൻ. ഞാൻ പറഞ്ഞതാ, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ഒബ്ജക്റ്റിൻ്റെയും ആവശ്യമില്ല, ഒരു വ്യക്തിയുടെ ആവശ്യവുമില്ല, അല്ലേ? ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യവും ഇല്ല. നമ്മൾ പലപ്പോഴും മീഡിയേറ്റേഴ്സിനെ അന്വേഷിക്കുന്നവരാണ്. നമുക്ക് മധ്യസ്ഥരൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പെന്തക്കോസ്തുകാരിൽ നല്ലൊരു വിഭാഗവും എനിക്കറിയാം ചില മീഡിയേറ്റേഴ്സിൻ്റെ പുറകെ പോകുന്നവരാണ്, അല്ലേ? ഫോണിലൂടെ നമ്മൾ നിരന്തരം വിളിക്കുന്ന ചില മീഡിയേറ്റേഴ്സ്, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, അല്ലേ? അവിടെ അത്ഭുതം നടക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചോ ട്രെയിൻ പിടിച്ചോ ബസ് പിടിച്ചോ ഓടാനായിട്ടിടയായി തീരുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, കർത്താവിന് പ്രവർത്തിക്കാനായിട്ട് ഒരു മീഡിയേറ്റേഴ്സിൻ്റെയും ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഇന്ന ആളുകളുടെയും ആവശ്യമില്ല, ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല. കർത്താവിന് ഒരു ഒബ്ജക്റ്റുമില്ലാതെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്ത ഭാഗമാണ്. സമയ ചുരുക്കം കൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഒന്ന്, ഈ ദൈവസാന്നിധ്യം നമ്മുടെ ശത്രുവിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതാണ്.
2, ഈ ദൈവം ആരാധനയുടെ ദൈവമാണ്. അവനെ ആരാധിക്കുമ്പോൾ നൃത്തം ചെയ്ത് ഭൂമി കുലുങ്ങുന്നത് പോലെ ആരാധിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. 3, അത് ശക്തിയുള്ള ദൈവമാണ്, അല്ലേ? അവൻ ശക്തിയുള്ള ദൈവമാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രശ്നങ്ങൾക്ക് മതിയായ കർത്താവ്, എൻ്റെ രോഗങ്ങൾക്ക് മതിയായ കർത്താവ്, എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായ കർത്താവ്, എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവ്. അവൻ ഇടിമുഴക്കി ഫെലിസ്ത്യരെ പരിഭ്രമിപ്പിച്ച സൈന്യത്തെ തോൽപ്പിക്കുവാറാക്കിയെങ്കിൽ അവൻ എൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കുവാനായിട്ട് മതിയായ കർത്താവാണ്. കാരണം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നതായ ഈ പെട്ടകത്തിൽ വസിക്കുന്നതായ ദൈവ മഹത്വം, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടേതാണ്. അത് ശക്തിയുള്ള ദൈവമാണ്. 4, അതിൻ്റെ 8-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ വിടുവിക്കും? മിസ്രയീമിലെ മരുഭൂമിയിലെ സകല ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഫെലിസ്ത്യർ പറയുകയാണ്, ഈ ദൈവം ആരാണ്? മിസ്രയീമിലെ സകല ബാധകളാലും ബാധിച്ച് അവരെ പരാജയപ്പെടുത്തിയ ദൈവം ഇത് തന്നെ. യഹോവ ഫെലിസ്ത്യരുടെ ദൈവമല്ല, അല്ലേ? പക്ഷെ അവർ കേട്ടു, ഈ ഇസ്രായേലിൽ മിസ്രയീമിലായിരുന്നുവെന്നും അവിടെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും യഹോവയാം ദൈവം മോശയുടെ നേതൃത്വത്തിൽ അവരെ രക്ഷിച്ചു കൊണ്ടുവന്നുവെന്നും ചെങ്കടലിനെ വിഭാഗിച്ച് അവരെ തൂർ നിലത്തിലൂടെ നടത്തിയെന്നും അവർക്ക് ദൈവം മന്ന നൽകി എന്നുള്ളതൊക്കെ ഫെലിസ്ത്യർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫെലിസ്ത്യർ ഇപ്പോൾ പറയുകയാണ്, ഈ ദൈവം, ഈ ഇസ്രായേലിൻ്റെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ആ 8-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം നമ്മൾ വായിക്കാനായിട്ടിടയായിത്തീരുന്നു. മിസ്രയീമിലെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ആമേൻ. അവരെ വിടുവിച്ച കർത്താവാണ്. വിടുവിക്കാനായിട്ട് മോശ ഫറവോനോട് പറഞ്ഞപ്പോൾ ഫറവോൻ എന്താ ചോദിച്ചത്? പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഫറവോൻ ചോദിക്കുന്നതുകൊണ്ട് അവനാർ? കർത്താവ് പറഞ്ഞു, യഹോവ പറഞ്ഞു ഇവരെ വിടുവിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, അല്ലേ, ഫറവോൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കോണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ അവൻ്റെ വാക്ക് കേൾക്കാൻ അവൻ ആരാ? എനിക്ക് അവൻ ദൈവമൊന്നുമല്ല. ഫറവോൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അവൻ്റെ വാക്ക് കേൾക്കണം? ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു ആ 2-ാം വാക്യത്തിൽ, അല്ലേ, ഞാൻ യഹോവയെ അറിയില്ല, എനിക്ക് അവനെ അറിയില്ല. ഞാൻ ഇസ്രായേലിനെ വിട്ട് എനിക്ക് അവനെ അറിയില്ല, വിട്ടയക്കുകയുമില്ല. പക്ഷേ ഫറവോൻ എന്ത് ചെയ്യേണ്ടി വന്നു? ഇസ്രായേലിനെ വിട്ടയക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഈ ദൈവം ശക്തിയുള്ള, ആമേൻ, ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. അതുകൊണ്ട് ഇവിടെ ഫെലിസ്ത്യർ പറയുകയാണ്, അവിടെ നോക്കിയ 8-ാം വാക്യത്തിൽ, ഈ ദൈവം ആരാണ്? മിസ്രയീമിലെ മരുഭൂമിയിലെ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുന്നവനായ കർത്താവ് 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു, അല്ലേ? 1, ശത്രുവിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. 2, ഈ ദൈവം ആരാധനയുടെ ദൈവമാണ്. 3, ഈ ദൈവം ശക്തിയുള്ള ദൈവമാണ്. 4, ഇവൻ മിസ്രയീമിലെ സകല ബാധകളാലും ബാധിച്ചവനായ ദൈവമാണ്. ഇനി 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗം. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ ആരെങ്കിലും വായിക്കുമ്പോഴേക്കും ഞാൻ പശ്ചാത്തലം പറയാം. യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇസ്രായേലിനോട് ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞതായ നിയമപെട്ടകം അല്ലെങ്കിൽ സാക്ഷ്യപെട്ടകം, യഹോവയുടെ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി, അല്ലേ? ഇതിനെ ഒരു ഒബ്ജക്റ്റായി, ഇതിനെ ഒരു വിഗ്രഹമായി കണ്ട് ആ ദൈവത്തെ ആരാധിക്കാനായിട്ട്, ഇതിനെ ഒരു വിഗ്രഹമായി കണ്ട് ആ വിജയം വരിക്കാനായിട്ട് ശ്രമിച്ച ഇസ്രായേൽ മക്കൾക്ക് പരാജയം സംഭവിച്ചു. ദൈവത്തിൻ്റെ അധിവാസമുള്ളതായ സാക്ഷ്യവചനങ്ങൾ 10 കൽപ്പനകൾ അടങ്ങിയതായ 2 കൽപ്പനകൾ ഉള്ളതായ ഈ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി. അവരെന്ത് ചെയ്തു? ആ പെട്ടകം കൊണ്ടുപോയി എവിടെ വെച്ചു? 5-ാം അധ്യായം 1 മുതൽ 4 വരെ വായിച്ചു. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് അതിനെ എബേൻ എസരിൽ നിന്നും അസ്തോദിലേക്ക് കൊണ്ടുപോയി. എബനേസറിലായിരുന്ന യഹോവയുടെ പെട്ടകം അവരെടുത്തുകൊണ്ട് അസ്തോദിലേക്ക് പോയി. അസ്തോദ് എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ നിറഞ്ഞതായൊരു പട്ടണമാണ്. ഫെലിസ്ത്യ ദേവന്മാരെ കൊണ്ട് നിറഞ്ഞ പട്ടണമാണ്. ഫെലിസ്ത്യ ക്ഷേത്രങ്ങൾ നിറഞ്ഞതായ പട്ടണമാണ് അസ്തോദ്. അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് അവർ കൊണ്ടുപോയി യഹോവയുടെ പെട്ടകം കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ദാഗോന്റെ അരികെ വെച്ചു. പിറ്റന്നാൾ രാവിലെ അസ്തോദിയർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും
അവൻ്റെ സ്ഥാനത്ത് നിർത്തി. അപ്പോൾ അഞ്ചാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സകല മുഴങ്കാലും മടങ്ങുമാറാക്കുന്ന ദൈവം. ആമേൻ. നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? സകല മുഴങ്കാലും മടങ്ങുമാറാക്കുന്ന ദൈവം. എത്ര പേരത് വിശ്വസിക്കുന്നു അല്ലേ? രാജ്യത്ത് ഇലക്ഷനൊക്കെ നടക്കുക, നമ്മൾ പലരും ഭയത്തിലും ഭാരത്തിലുമാണ്. നമുക്ക് ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല, ഒരാകുലതയുടെയും ആവശ്യമുള്ള, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവാണ്. നമുക്ക് ആ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളവനാണ്. ഫെലിസ്ത്യർ തന്നെ പറയാനായിട്ടിടയായി തീർന്നു, ഈ ദൈവം ശക്തിയുള്ള ദൈവമാണെന്ന്. ഫെലിസ്ത്യർ ഇസ്രായേൽ മക്കളുടെ ആരാധന, ഭൂമി കുലുങ്ങുന്നത് പോലുള്ള ആരാധന കണ്ടപ്പോൾ അവർ പറയാനായിട്ടിടയായി തീർന്നു, മിസ്രയീമരെ സകല ബാധകളാലും ബാധിച്ച ദൈവം ഈ ദൈവമാണ്, അവൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ആ ദൈവം അവന് സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. ആമേൻ. ഇസ്രായേൽ മക്കൾ അവന് ഈ പെട്ടകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല. ഈ പെട്ടകം അവർ കൊണ്ടുപോയി അവരുടെ ക്ഷേത്രത്തിൽ വെച്ചു. നമ്മൾ താഴെ വായിക്കുന്നത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ദാഗോൻ്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ എഴുന്നേറ്റപ്പോൾ, അസ്തോത്തിൽ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ വീണ്ടും അവൻ്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോൻ്റെ തലയും കൈപ്പത്തിയും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടക്കുന്നത്. ആമേൻ. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് അല്ലേ യുദ്ധം ചെയ്യാനും ഒന്നും ശാസിക്കാനും ഒന്നിനും പോകേണ്ട കാര്യമില്ല. കർത്താവിനെ സ്വയമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസ്തരായി ദൈവത്തെ സേവിക്കുക. 2, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുക. നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടെന്നാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കയ്പും വിദ്വേഷവും പകയും പിണക്കവും എല്ലാം മാറ്റിവെച്ചിട്ട്, ഡിവിഷനുകളും എല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ ശത്രു സൈന്യം പറയാനായിട്ടിടയായിത്തീരും, ഇത് ശക്തിയുള്ള ദൈവമാകുന്നുവെന്ന്. ഈ ദൈവം സകല മുഴങ്കാലും മടക്കുമാറാക്കുന്നതായ ദൈവമാകുന്നു. അവൻ്റെ മുമ്പാകെ ആ സകല മുഴങ്കാലും മടങ്ങും അല്ലേ? ദാഗോന്റെ ആ പ്രതിമ പോലും യഹോവയുടെ പെട്ടകത്തിൻ്റെ അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ മുന്നിൽ, ഞാൻ ആ ഒബ്ജക്റ്റിനെ അല്ല ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്, ദൈവസാന്നിധ്യത്തിൻ്റെ മുന്നിൽ ശത്രുവിന് നിൽക്കാനായിട്ട് സാധിച്ചില്ല. ശത്രുവിന് ദൈവത്തിന് നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവൻ്റെ ശക്തിക്ക് നിൽക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഈ ഭാരതത്തിലും അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് മതിയായവനാണ്. ഈ നാളുകൾ നമ്മൾ ഭാരപ്പെടുന്ന മേഖലകളിൽ നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രവൃത്തി ഇല്ലെങ്കിലും അവന് സ്വയമേ അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് കഴിയുന്നവനാണ്. നമുക്ക് വേണമെങ്കിൽ അവനിൽ ആശ്രയിക്കാനായിട്ടിടയായിത്തീരണം, അവനെ ചാരുവാനായിട്ടിടയായിത്തീരണം, അവനോട് പ്രാർത്ഥിക്കാനായിട്ടിടയായിത്തീരണം. കർത്താവേ, എൻ്റെ ഭവനത്തിൽ നിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. ഓബേദ്ഏദോമിന് 3 മാസം നിൻ്റെ സാന്നിധ്യം നൽകിയപ്പോൾ അവനെയും അവൻ്റെ കുടുംബത്തെയും നീ അനുഗ്രഹിച്ചുവെങ്കിൽ, ഓബേദ്ഏദോമിൻ്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നപ്പോൾ ഓബേദ്ഏദോമും അവൻ്റെ ഭവനവും അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ അതിനു മുമ്പ് ഈ പെട്ടകം എവിടെയായിരുന്നു? അബീനാദാബ് എന്ന് പറയുന്ന മറ്റൊരാളുടെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ എത്ര നാൾ ഇരുന്നു എന്നറിയാമോ? ഏകദേശം 20 വർഷം അബീനാദാബിൻ്റെ വീട്ടിൽ ഈ പെട്ടകം ഇരുന്നു. അവന് അനുഗ്രഹം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ പെട്ടകം അവിടുന്ന് എടുത്തപ്പോൾ അവൻ്റെ മകനായ ഉസ്സ അവിടെ പിടഞ്ഞു വീണ് മരിക്കാനും ഇടയായിത്തീർന്നു. അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് അല്ലേ? എങ്ങനെയായിരിക്കണം ഈ പെട്ടകത്തെ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതെങ്ങനെയായിരിക്കണം? ആ 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 1 ശമൂവേൽ 6:13. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ ഓടിച്ച് അവസാനിപ്പിക്കുകയാണ്. 1 ശമൂവേൽ 6:13. അവിടെ നിന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ നിന്ന് അവർ ഈ പെട്ടകം നിമിത്തം അവർക്ക് പല പ്രശ്നങ്ങളുമൊക്കെ വന്നു. അവർക്ക് ചില രോഗങ്ങളൊക്കെ വന്നു. അവർ പലരും രോഗത്താലൊക്കെ ബാധിതരായി തീരാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ അവിടുന്ന് അവരെന്ത് ചെയ്തു? ആ പെട്ടകത്തെ പറഞ്ഞു വിടാനായിട്ടിടയായി തീർന്നു. 13-ാം വാക്യം. അന്നേരം ബത്ശമേശ്യർ താഴ്വരയിൽ ഗോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. എത്ര പേര് കണ്ട വാക്യം? ഇവിടെ ഇല്ലേ? അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. ഞാൻ ആ വാക്യത്തെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ തല ഉയർത്തി ദൈവസാന്നിധ്യം കണ്ടിട്ട് സന്തോഷിച്ചു. ആമേൻ. അവർ തല ഉയർത്തി നോക്കിയപ്പോൾ എന്ത് കണ്ടു എന്നറിയാമോ?
ദൈവസാന്നിധ്യം വരുന്നത് അവർ കണ്ടു. പെട്ടക ആ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മൾ ആ ഒബ്ജക്റ്റിനെ നമ്മൾ ആരാധിക്കുന്നില്ല. ആ ഒബ്ജക്റ്റിനകത്ത് വസിക്കുന്ന ഒരു ഷെഖേന ഉണ്ട്. ആ ഒബ്ജക്റ്റിനകത്ത് വസിക്കുന്ന ദൈവസാന്നിധ്യമുണ്ട്. ആ ദൈവം അവരോട് കൽപ്പിച്ച ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ദൈവം അയച്ച ഒരു ദൈവസാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം അവരുടെ ഇടയിൽ വന്നപ്പോൾ 13-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്, അവർ പല ഉയർത്തി പെട്ടകം കണ്ടു, കണ്ടിട്ട് സന്തോഷിച്ചു. ദൈവസാന്നിധ്യം നമുക്ക് എന്ത് നൽകി തരുന്നതെന്നറിയാമോ? സന്തോഷം നൽകി തരും. ഇന്ന് പൽക്കാലം സന്തോഷമുള്ളവരാണോ? എല്ലാവരും സന്തോഷമുള്ളവരാണോ? ആമേൻ. നമ്മൾ ഹാപ്പിയാണോ? അതോ നിരാശരാണോ? ദുഃഖിതരാണോ? നാളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരാണോ? പിള്ളേരെ അഡ്മിഷൻ എങ്ങനെ നടക്കും? പൈസ എങ്ങനെ ഉണ്ടാകും? ഭാരമുണ്ടോ? ഈ രോഗം എന്തായി തീരും കർത്താവേ? എൻ്റെ തലയിലൊക്കെ ആകെ പെരുപ്പാണ് കർത്താവേ, ഇതൊരു വലിയ മാരക രോഗമാണോ? ഭാരപ്പെടുന്നുണ്ടോ? എൻ്റെ വയറിൽ നല്ല സുഖമില്ല കർത്താവേ, ഇത് ഇനി ക്യാൻസറാണോ, അൾസറാണോ, മുഴയാണോ? ഭാരമുണ്ടോ? ഒരു വെറിയുടെ ആവശ്യമില്ല അല്ലേ? നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഈ പെട്ടകം കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മൾ വായിക്കുന്നത് ഇത് സന്തോഷം നൽകുന്ന ദൈവം. ആമേൻ. ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം. പെട്ടെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോവാം. യോഹന്നാൻ 20:20 ഉയർത്തെഴുന്നേറ്റ കർത്താവ് മാളിക മുറിയിൽ പ്രത്യക്ഷനായി. ഭയപ്പെട്ടിരിക്കുന്നവരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ വായിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്രവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ആമേൻ. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു? സന്തോഷിച്ചു. കർത്താവിനെ കണ്ട ശിഷ്യന്മാർ എന്ത് ചെയ്യണം? സന്തോഷിക്കണം അല്ലേ? ഞാനും നിങ്ങളും കർത്താവിനെ കണ്ടവരാണോ? നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. നമ്മുടെ നിരാശയെല്ലാം മാറിപ്പോകട്ടെ, നമ്മുടെ ആകുലതകളെല്ലാം മാറിപ്പോകട്ടെ. നമ്മുടെ രോഗം സൗഖ്യമാക്കാൻ കർത്താവിന് ഹിതമാണ്. ഇനി അല്ലെങ്കിലും അല്ലേ, അവൻ എന്നെ ഈ തീയിൽ നിന്ന് വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവം മതിയാവന. അല്ല എങ്കിലും ശദ്രക് മേശക്ക് അബേദ്നെഗോവിന് പറയാനായിട്ട് സാധിച്ചു, ഇനി സംഭവിച്ചില്ല എങ്കിലും. അപ്പോൾ വിടുതൽ കാണുന്നിടത്ത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിക്കുന്നത്, വിടുതൽ ലഭിച്ചില്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് സന്തോഷം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആമേൻ. വിടുതൽ കണ്ടിട്ട് സന്തോഷിക്കാൻ എല്ലാ മനുഷ്യനും സാധിക്കും. ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആ വിടുതൽ ഇല്ലാത്തയിടത്ത് സന്തോഷിക്കാനായിട്ട് സാധിക്കണം. രോഗത്തിൻ്റെ മധ്യേ, ക്ലേശങ്ങളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, നിന്ദകളുടെ മധ്യേ, പരിഹാസങ്ങളുടെ മധ്യേ, ഇതെനിക്ക് എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന ടൈം പീരീഡാണ്. അതുകൊണ്ട് ഞാൻ ഇതിലൂടെ കടന്നു പോകണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എൻ്റെ ദൈവം അവൻ്റെ സമയത്ത് അവൻ പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീരും. ഈ പെട്ടകം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കാനായിട്ടിടയായിത്തീർന്നത് ബേത്ശമേശ്യർ അവരെന്ത് ചെയ്യുകയായിരുന്നു? അവർ താഴ്വരയിൽ ഗോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടിട്ട് സന്തോഷിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. നാളുകളായി ഞങ്ങളുടെ നടുവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായ യഹോവയുടെ പെട്ടകം ഇതാ ഞങ്ങളിലേക്ക് മടങ്ങി വരുന്നു. അതാ അതിൻ്റെ അർത്ഥം. നാളുകളായി ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായ യഹോവയുടെ പെട്ടകം ഇതാ ഞങ്ങളിലേക്ക് മടങ്ങി വരുന്നു. നാളുകളായി ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം മടങ്ങി വരികയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ഒരു സന്തോഷം കൊണ്ട് നിറയാനായിട്ട് സാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ആത്മീയ സന്തോഷം ഞങ്ങൾക്ക് തിരികെ തരണമേ കർത്താവേ. നഷ്ടപ്പെട്ടു പോയതായ ആത്മീയ കൃപകളെ ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. നഷ്ടപ്പെട്ടു പോയതിനെ പിന്നെയും കർത്താവേ ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. നിന്റെ വിടുതലുകളാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അവർ പെട്ടകം കണ്ടിട്ട് അവർ സന്തോഷിച്ചു. അടുത്തത് 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 6 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ പെട്ടകം 8 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. 7ലേക്ക് എത്തിയല്ലേ? ഈ പെട്ടകം അല്ലെങ്കിൽ ഈ ദൈവ സാന്നിധ്യം നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതാണ്. ഇത് ആരാധനയുടെ ദൈവമാണ്. ഇത് ശക്തിയുള്ള ദൈവമാണ്. മിസ്രൈമിലെ സകല ബാധകളാലും ബാധിച്ച ദൈവമാണ്. സകല മുഴങ്കാലും മടങ്ങുമാറാക്കിയ ദൈവമാണ്. സന്തോഷം നൽകുന്ന ദൈവമാണ്. 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എന്നാൽ യഹോവയുടെ കൈ അസ്തോത്യരുടെ മേൽ ഭാരമായിരുന്നു.
അവൻ അവരെ ശൂന്യമാക്കി അസ്തോദിലും അതിൻ്റെ അതിരുകളിലും ഉള്ളവരെ മുലരോഗത്താൽ ബാധിച്ചു. 7-ാം വാക്യം. അങ്ങനെ ഭവിച്ചത് അസ്തോത്യർ കണ്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും. അവന്റെ കൈ, ചിന്തിച്ചോണം, അവന്റെ കൈ. ഈ കൈ എങ്ങനെയുള്ളത് കൈയാണ്? വീര്യഭുജമുള്ള കൈയാണ്, അല്ലേ? വീര്യഭുജമുള്ളതാണ്. അവര് പറയുകയാണ് അവന്റെ കൈ എന്ത് ചെയ്യാനായിട്ടിട, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നു. അവന്റെ കൈ ആരുടെ കൈയാ? ദൈവത്തിന്റെ കൈ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൈ വീര്യം പ്രവർത്തിക്കുന്നതാണ്. ആമേൻ. അത് അത്ഭുതങ്ങളുടെ കരമാണ്. അത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കരമാണ്. അത് ശത്രുവിന്മേൽ പ്രവർത്തിക്കുന്നതായ കരമാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് അത് മനസ്സിലാക്കാനായിട്ടിടയായിത്തീരണം. ഇവിടെ അവർ പറയാനായിട്ടിടയായിത്തീരുകയാണ്, എന്നാൽ യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. വീര്യഭുജമുള്ളവൻ. ശത്രുവിനെ സ്വയം തോൽപ്പിക്കുവാൻ മതിയായതാണ് കർത്താവിൻ്റെ കരം. താഴോട്ട് ആ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവയുടെ പെട്ടകം യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ട് വന്നു. അവർക്കെല്ലാം എന്തു പറ്റി? അവർക്കെല്ലാം പൈൽസ് പിടിപെട്ടു. മൂലരോഗങ്ങൾ, അല്ലേ? പൈൽസ് വന്നിട്ടുള്ളവർക്കറിയാം, എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടുള്ളവർ പറയുന്നത് വളരെ വേദനയാണ്. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് ചിലർ കണ്ടിട്ടില്ല, ചില ഒരു പില്ലോ പോലത്തെ ഒരു സാധനം അവരവരുടെ ബാഗെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. അത് ഇട്ടിട്ടാണ് അവർ ഇരിക്കുന്നത്, അല്ലേ? ഇവർക്ക് ആർക്കും ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല. പൈൽസ് വരാത്ത അല്ലെങ്കിൽ മൂലരോഗം വരാത്തവരെല്ലാം അവിടെ താളടിയായി പോകാനായിട്ടിടയായി തീർന്നു. ബാലൻസ് ഉള്ള എല്ലാ അസ്തോദ്യർക്കും എന്താ കാര്യം? അവർ ദൈവത്തിൻ്റെ നിയമപെട്ടകം അവർ കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ട് അവരെല്ലാം ദൈവത്തിൻ്റെ കരം അവരെ ബാധിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. സാഹചര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു, അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മുടെ ഭാരതത്തിൽ ദൈവത്തിൻ്റെ വേല തികച്ചെടുക്കാനായിട്ട് ദൈവത്തിന് സ്വയം സാധ്യമാണ്. ആമേൻ. ദൈവത്തിന് ശത്രു പറയുമല്ലേ, ഓടിച്ചു കളയാനായിട്ട് ശ്രമിക്കും, പല കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. അവർ പറയാനായിട്ടിടയായിത്തീരുകയാണ്, എന്നാൽ യഹോവയുടെ കൈ അവൻ്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ ദൈവം സന്തോഷം നൽകുന്ന ദൈവമാണ്. ഈ ദൈവം വീര്യഭുജമുള്ളവനാണ്. ശക്തിയുള്ള കൈ അവൻ്റെ കൈ, അല്ലേ? ശക്തിയുള്ള കൈ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ച് അവിടെ നമുക്ക് ദൈവത്തിൻ്റെ കൈയെക്കുറിച്ച് വായിക്കാനായിട്ടിടയായിത്തീരുന്നത് അവർ മിസ്രൈമ്യർ മനസ്സിലാക്കാനായിട്ടിടയായിത്തീർന്നു. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യഹോവ മോശയോട്, ഞാൻ ഫറവനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള ആരുടെ കൈയാ? ദൈവം, യഹോവയുടെ കൈ, അല്ലേ? ഈ യഹോവയുടെ കൈ ശക്തിയുള്ള കരമാണ്. ഇന്ന് പൽക്കാലം വിശ്വസിക്കാനായിട്ടിടയായിത്തീരട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പിന്നെയും പ്രാർത്ഥിച്ചാട്ടെ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ മതിയാവന. ഇത് ശക്തിയുള്ള കരമാണ്. അതുകൊണ്ട് പല വാക്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ മെസ്സേജ് അവസാനിപ്പിക്കുക, സമയം പോയല്ലോ. 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? 8-ാമത് 6:20. ഈ ദൈവം ശക്തിയുള്ള ദൈവമാണ്, വീര്യഭുജമുള്ളവനാണ്. 6:20, 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ഈ പരിശുദ്ധമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? ഈ പരിശുദ്ധമായ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? പരിശുദ്ധനായ ദൈവം. പെട്ടവൻ വെളിപ്പെടുത്തുന്ന 8 ആത്മീയ സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, ഏതാണ്? അവൻ ശത്രുവിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരം. 2, ഈ ദൈവം ആരാധനയുടെ ദൈവമാണ്. 3, ശക്തിയുള്ള ദൈവമാണ്, അല്ലേ? 4:8. ഇത് മിസ്രൈമിലെ സകല ബാധകളാലും ബാധിച്ചവനായ ദൈവമാണ്. 5, സകല മുഴങ്കാലും മടങ്ങുമാറാക്കുന്നതാണ്. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. ഈ ദൈവം അവൻ്റെ മുമ്പാകെ സകല മുഴങ്കാലും മടങ്ങുമാറാക്കുവാൻ സ്വയം കഴിവുള്ളവനാണ്. ആമേൻ. അത് വിശ്വസിക്കാനായിട്ടിടയായിത്തീരണം. ഞാനും നിങ്ങളും ഒന്നും ചെയ്തില്ലെങ്കിലും സകല മുഴങ്കാലും മടങ്ങുമാറാക്കുവാൻ സ്വയം കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതാ 5-ാം അധ്യായം വെളിപ്പെടുത്തിയത്. 6, സന്തോഷം നൽകുന്ന ദൈവമാണ്. ഈ ദൈവസാന്നിധ്യം കടന്നു വരുന്ന കണ്ടപ്പോൾ ബേത്ശേമ്യർ
അവർ സന്തോഷിക്കാനായിട്ടിടയായിട്ട് അവരുടെ മനസ്സ് സന്തോഷിച്ചു. അവരവിടെ തന്നെ ആ വയലിൽ തന്നെ ദൈവത്തെ ആരാധിക്കുന്നത്, കാളകളെ യാഗം കഴിച്ച് ആരാധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7 വീര്യപുച്ഛമുള്ളവന്, നമ്മുടെ ദൈവം വീര്യപുച്ഛമുള്ളവന്, അവൻ്റെ കൈ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ആ ഫറവോൻ അവൻ്റെ കരം കാണാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ കൈ കുറുതായി പോയിട്ടില്ല, അവൻ്റെ കൈ കുറുതായി പോയിട്ടില്ല, ഇന്നും പ്രവർത്തിക്കുന്ന കരമാണ്. ഒന്ന് വിശ്വസിച്ച്, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, ഭാരങ്ങളെ ഒന്ന് പറഞ്ഞേ കർത്താവിനോട്, കർത്താവേ നിൻ്റെ കൈ വീര്യമുള്ള കരമാണല്ലോ, വീര്യഭുജമുള്ളതാണെന്ന് ഞങ്ങളിവിടെ വായിക്കാനായിട്ടിടയായി തീർന്നല്ലോ. എൻ്റെ പ്രശ്നത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്നേ എന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഒന്ന് കർത്താവിനോട് പറഞ്ഞ്, എൻ്റെ ഭവനത്തിലേക്ക് നിൻ്റെ ആ കരമൊന്ന് അയക്കണമേ കർത്താവേ എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് പറഞ്ഞ്, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് മതിയായവനാണ്. അവസാനമായി നമ്മളവിടെ വായിക്കാനായിട്ടിടയായി തീർന്നു, ഈ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അവർ ചോദിക്കുകയാണ്, ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൈ, ആ പരിശുദ്ധനായ ദൈവം അല്ലേ, അവിടെ നമ്മൾ വായിച്ചു, ഈ പരിശുദ്ധനായ ദൈവമായ യഹോവയുടെ മുമ്പാകെ ആർക്ക് നിൽക്കാനായിട്ട് കഴിയും? ആർക്ക് നിൽക്കാൻ കഴിയും ഈ ദൈവത്തിന് മുമ്പാകെ? ഹീസ് ഹോളി. ആമേൻ. പത്രോസ് പറയുകയാണ്, അവൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി വരണമോ? ദൈവത്തിൻ്റെ അത്ഭുതം കാണണമോ? നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. വർഗീസ് സാറിലൂടെ നമ്മൾ കേട്ടല്ലോ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ളതായ കുറവുകളെ പ്രബോധനത്തിൽ നമ്മൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ മതിയായ കർത്താവാണ്. ഇന്ന് പകൽക്കാലം പെട്ടകം നിമിത്തം ഓബേദേദോമിനെയും അവൻ്റെ ഭവനത്തെയും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ദൈവസാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുമ്പോൾ, നമ്മുടെ സഭയിൽ വരുമ്പോൾ, നമ്മുടെ കൂട്ടായ്മയിൽ വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചില മാറ്റങ്ങളുണ്ടാകും, ചില വിടുതലുകളുണ്ടാകും, സൗഖ്യങ്ങളുണ്ടാകും. കർത്താവേ, ഓബേദേദോമിനെ അനുഗ്രഹിച്ചവനായ ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ സഭയെ അനുഗ്രഹിക്കണമേ, എൻ്റെ സാഹചര്യങ്ങളിൽ നിൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട് നീ ഇടയാക്കി തീർക്കണമേ. കർത്താവേ, വിട്ടുപോയ ദൈവമഹത്വം ഞങ്ങളിലേക്ക് തിരികെ വരട്ടെ. നഷ്ടപ്പെട്ടു പോയ യഹോവയുടെ സാന്നിധ്യം തിരികെ വരുന്നത് കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. നമുക്ക് സന്തോഷിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അപ്രകാരം ഞങ്ങളെ വീണ്ടും കർത്താവേ നിനക്ക് പ്രയോജനമുള്ളവരാക്കി നീ ഞങ്ങളെ തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.